ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആനന്ദ് ആ സിയെടുത്ത് പറയേണ്ട, മേഡം എന്നെ വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കോ, എൻ്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടണം മേഡം, ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് മേഡത്തിന് ഉടനെ തന്നെ മനസ്സിലാകും എന്നൊക്കെ പറയാണ്. എന്ന് കേൾക്കുമ്പോൾ സിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. ഇനി ഇയാൾ പറഞ്ഞതാണോ സത്യം എന്ന രീതിയിൽ പോലും സി എ സാർ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ധർമ്മനെയാണ്. ധർമ്മനും അതുപോലെ തന്നെ സുകന്യയും കൂടി കടയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യ അവിടെ വന്ന കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്, അതെ ഇനി ഓണമൊക്കെയല്ലേ വരാൻ പോണത്, ഓണത്തിന് ഞങ്ങൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്, 100 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും ഒരു കൂപ്പൺ കൊടുക്കും, അത് ഓണത്തിൻ്റെ ആ ദിവസം ഞങ്ങൾ നറുക്കെടുക്കും, അതിൽ ഒരു 5 പേർക്ക് ഭാഗ്യശാലികൾക്ക് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് പല പല സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയണം. ആഹാ അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കസ്റ്റമർ അവിടെ നിന്ന് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും ധർമ്മം പറയുന്നുണ്ട്, സുകന്യ നിനക്കെന്താ വട്ടാണോ, നീ എന്തിനാ ഇങ്ങനത്തെ വാഗ്ദാനമൊക്കെ ചെയ്യണത്, അല്ല നമ്മൾ അങ്ങനത്തെയൊക്കെ ഓഫറൊക്കെ കൊടുക്കണം ധർമ്മേട്ടാ, അതെ ഓഫർ കൊടുത്ത് ഡിസ്കൗണ്ട് കൊടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനൊന്നും നമുക്ക് വേണ്ട, അത് മറ്റ് കസ്റ്റമേഴ്സിന് മറ്റ് കച്ചവടക്കാരെയും അത് ബാധിക്കും, പിന്നെ അതൊന്നും നോക്കണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ഗോമതി സ്റ്റോഴ്സിന് ഇങ്ങനെ ചെയ്യണതൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സുകന്യെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ അവിടേക്ക് വരുവാട്ടോ, ഒരു കസ്റ്റമർ അവിടേക്ക് വരുവാണ്. അതെ അതല്ലെങ്കിലും ഗോമതി സ്റ്റോഴ്സ് പൂട്ടി എന്ന് പറയാണ്. ഗോമതി സ്റ്റോഴ്സ് പൂട്ടിയെന്നോ എന്ന് ധർമ്മം ചോദിക്കുമ്പോൾ, അതെ ഗോമതി സ്റ്റോഴ്സ് പൂട്ടി, അവിടെ ഇപ്പോൾ ആരുമില്ല, അവിടുത്തെ എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്തു. സുകന്യ ചോദിക്കേണ്ടത് കാരണം എന്താ, അതൊന്നും അറിയില്ല, പോലീസുകാരെല്ലാവരും അറസ്റ്റ് ചെയ്തു, അവരുടെ മൂത്ത മരുമകളുണ്ടല്ലോ ദേവി, അവരെന്തോ ഗാർഹിക പീഡനം ചെയ്തെന്നോ എന്നൊക്കെ എന്തുവാണ് പരാതി, ഇപ്പോൾ ഈ നാട്ടിൽ അറിയാത്തവരായിട്ട് ഇനി ആരുമില്ല, നിങ്ങൾ മാത്രമേ അറിയാത്തേട്ടുള്ളൂ എന്ന് പറഞ്ഞ കസ്റ്റമർ അവിടെ നിന്ന് പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും സുകന്യ പൊട്ടിച്ചിരിക്കുകയാണ്. ഹാ സന്തോഷമായി, എന്തായിരുന്നു ബാലേട്ടൻ്റെ ഗോമതി ചേച്ചിയുടെ ഒരു അഹങ്കാരം, മക്കളെ പോലെ കാണുന്നു, അവർക്ക് തിന്നാൻ വായിലിട്ട് കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നു, ഇപ്പം എന്തായി, അവസാനം ഒരുപാട് സ്നേഹിച്ച മൂത്ത മരുമകൾ തന്നെ പണി കൊടുത്തത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ധർമ്മം പറയുന്നുണ്ട്, സുകന്യെ നിനക്ക് നാണമില്ലേ, ഒരാളുടെ തകർച്ചയിൽ ഇങ്ങനെ ചിരിക്കാനായിട്ട്, ഒരാളുടെ തോൽവിയിൽ സന്തോഷിക്കാൻ വേണ്ടി നാണമില്ലേ സുകന്യെ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ദേവമംഗലമൊക്കെ പൂട്ടി ഇട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ധർമ്മന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ ഇന്ദിരാമ്മ ഓടി വരുവാണ്, മോനെ ധർമ്മ നീ എത്തിയോടാ, നിന്നെ എത്ര പ്രാവശ്യം ഞാൻ മൊബൈലിൽ വിളിക്കുന്നു, എടാ നമ്മുടെ ഗോമതിനെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോടാ, ദേവിയുടെ വീട്ടുകാരും ദേവിയും കൂടി ചേർന്ന് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുക. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്, ഗാർഹിക പീഡനോ, അതിനെ ദേവീനെ ആര് പീഡിപ്പിച്ചു എന്നാ പറയണത്, അറിയില്ലടാ കള്ളക്കേസാടാ മോനെ കൊടുത്തിരിക്കണത്, എല്ലാവരും പിടിച്ചുകൊണ്ട് പോയടാ, ഞാൻ പറഞ്ഞു അവരെ കൊണ്ടുപോരുന്നത്, പക്ഷെ അവിടുത്തെ ആ പോലീസുകാരി അതൊന്നും കേട്ടില്ലടാ, ബാലനെയും ആനന്ദിനെയും ആര്യനെയും ആകാശിനെയും എല്ലാവരും കൊണ്ടുപോയടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ ധർമ്മം പറയണ്ട, അമ്മ വിഷമിക്കേണ്ട അമ്മ, ഞാനൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ധർമ്മം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവിടെ നിരന്ന് നിൽക്കാട്ടോ. ധർമ്മൻ അത് വല്ലാത്ത വിഷമം തോന്നുവാണ്. ധർമ്മം പോലീസുകാരോട് ചോദിക്കണ്ടേ, എന്ത് അധർമ്മമാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്, ദേവമംഗലംകാർ ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്ന ആൾക്കാരല്ല, മനസ്സുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്ത ആൾക്കാരാണ്, ഇത് കള്ളപ്പരാതിയാണ്, ദേവിയുടെ അച്ഛനും അമ്മയും കൊടുത്തേക്കണ കള്ളപ്പരാതിയാണിത് എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ട് പോലീസുകാർ ചോദിക്കണ്ടേ, അല്ല നീ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ, ഞാൻ നിൽക്കുന്ന ഗോമതി ചേച്ചീൻ്റെ അനിയനാണ് എന്ന് പറയാണ്. ഇവരുടെ വീട്ടിൽ ഇത്രയും വർഷം 10-20 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പം എന്താ നിങ്ങൾ അവിടെ ഇല്ലേ, അത് ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്, അതെന്ത് പറ്റി, ഇവരുടെ സ്വഭാവ ഗുണം കൊണ്ട് മാറിയതായിരിക്കും അല്ലേ, നിങ്ങളെ അല്ലേ പണം എടുത്തത് പറഞ്ഞിട്ട് കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒഴിപ്പിച്ച് വിട്ടത്, എന്നിട്ട് നിങ്ങൾക്ക് നാണില്ലേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, അതെ അത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, ദേവി ഇങ്ങനത്തെ ഒരു പരാതി കൊടുക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്, ഇതാ ഉദയഭാനും സ്ത്രീകളെയും കൂടി ചേർന്ന് കൊടുത്ത കള്ള പരാതിയാണ് എന്ന് പറയുമ്പോഴേക്കും ആ പോലീസുകാരികൾ പറയണത്, നിങ്ങൾ പുറത്തേക്ക് പോയിക്കേ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കും, നോക്ക് നിങ്ങളുടെ പേര് ഭാഗ്യത്തിന് ആ ഒരു പരാതിയിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോ, ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം കാണണമെങ്കിൽ കോടതിയിൽ പോയി കണ്ടോ. എന്തൊക്കെയാണ് പറയണത്, കോടതിയിൽ ഹാജരാക്കുമെന്നോ, അതേടോ പിന്നെ പീഡനത്തിന് കോടതിയിൽ ഹാജരാക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് ഹാജരാക്കണോ, താനൊന്ന് പൊയ്ക്കേടോ എന്ന് പറഞ്ഞിട്ട് ധർമ്മനെ അവിടെ നിന്ന് പറഞ്ഞു വിടാട്ടോ. ധർമ്മന വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്, ഈശ്വര എന്നുള്ള ദേവി കൊടും ചതി ചെയ്തല്ലോ, എന്തൊരു അവസ്ഥയത്, ദേവമംഗലം തകരുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ, ദേവീനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ധർമ്മം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ധർമ്മം നേരെ ദേവിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. ദേവിയുടെ വീട്ടിലേക്ക് ധർമ്മം പോകുന്ന സമയത്താണ് നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കേട്ടോ. അവർ വന്നിട്ട് സാറേ എന്ന് പറഞ്ഞിട്ട് സിയുടെ റൂമിലേക്ക് പോവാണ്. നിങ്ങൾ എത്തിയോ, എത്ര നേരം നിങ്ങൾ കാത്തിരിക്കുന്നു, വാ എന്ന് പറഞ്ഞ്, എവിടേക്കാണ് സാറേ, അതെ അവരെ കാണണ്ടേ, വാ
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ മുമ്പിലേക്ക് ഉദയഭാനും ശ്രീകരനെയും കൊണ്ടുപോകണം. അവർ രണ്ടുപേരും ആകെ ചമ്മി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നാലും ധൈര്യം കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോമതി വേഗം ശ്രീകരടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കാനായിട്ട്? ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ മോളെ പീഡിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ സാറേ, കണ്ടില്ലേ സാറേ, പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ പെരുമാറ്റം കണ്ടില്ലേ, ഇവരിങ്ങനെയാ സാറേ, എപ്പോൾ സംസാരിച്ചാലും കടിച്ച് കീറാൻ വരുന്ന പോലെ സംസാരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സി എ പറയേണ്ടതേ, ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങളുടെ മോൾ എവിടെ? നിങ്ങളുടെ മോള് വന്നില്ല? അയ്യോ സാറേ, അവൾക്ക് ഒട്ടും വയ്യ സാറേ, ഒട്ടും വയ്യ. അവൾക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് പോയ പിന്നെ അവളെ മനസ്സിന് ആകെ സമനില തെറ്റിയിരിക്കുക സാറേ. ഞങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പോലും ആലോചിക്കുകയാണ്. കാരണം അവൾക്ക് ഈ നിൽക്കുന്ന ആനന്ദുണ്ടല്ലോ, ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവനാണെങ്കിലും വേറെ ഏതോ ഒരു പണച്ചാക്കിനെ കണ്ടു വെച്ചിരിക്കുക എൻ്റെ മോൾ ഉപേക്ഷിച്ച് കല്യാണം കഴിക്കാനായിട്ട്. എൻ്റെ മോൾക്ക് ഇവനെ വക്കീൽ നോട്ടീസ് അയച്ചു. അത് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ എൻ്റെ മോൾ പനിച്ച് വിറച്ച് കിടക്കുക സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകല. അതിനുശേഷം ഇത്ര പറയണ്ട, ഇവർ പറഞ്ഞ പച്ചക്കള്ളമാണ്, ദേവിയുടെ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല സാറേ, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു കള്ളം ഇവിടെ വന്ന് പറയണത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവാനും ശ്രീകലം ഈശ്വര പിടിക്കപ്പെടുമോ എന്നൊരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ധർമ്മനാണെങ്കിൽ ദേവിനെ കാണാൻ വേണ്ടി ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വാതിൽ തള്ളി തുറക്കാണ്. ദേവി ദേവി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് ശബ്ദം കേട്ട് തന്നെ ധർമ്മമാമനാണെന്ന് മനസ്സിലാക്കുന്ന ദേവി സന്തോഷത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ധർമ്മമാമ, മാമൻ എത്തിയോ? മാമ സുഖമല്ലേ മാമ? മാമൻ അകത്തേക്ക് വാ മാമ. ഞാൻ അകത്തേക്കൊന്നും വരുന്നില്ല. എന്നാലും നീ കൂടി അറിഞ്ഞിട്ടാണോ ദേവി ഈ വലിയ ചതി നടന്നിരിക്കുന്നത്? ചതിയോ? എന്ത് ചതി? എനിക്ക് മനസ്സിലായില്ല മാമ. ഓഹോ, നീ പരാതി കൊടുത്തിട്ടല്ലേ എൻ്റെ ചേച്ചീനെയും അളിയനെയും അവരുടെ മക്കളെയും മരുമക്കളെയും എല്ലാവരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാണ്. അവർ രാവിലെ അറസ്റ്റ് ചെയ്തതാ. സമയം ഇത്രയായി, അവർ പോലീസ് സ്റ്റേഷനിലാണ്. നീ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തുകൊണ്ട്. എന്തൊക്കെയാ പറയണത്? ഞാൻ കേസ് കൊടുത്തുന്നോ? മാമ, ഇത് ഞാൻ അറിയാത്ത കാര്യമാണ്. നീ അറിയാത്താണെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ആ കേസ് കൊടുത്തിരിക്കുന്നത്. അല്ല, ആ നോട്ടീസിൽ നീ സൈൻ ചെയ്താലാണ് കേസ് ആവുള്ളൂ. അപ്പോൾ നീ സൈൻ ചെയ്തിട്ടില്ലേ? അയ്യോ ഇല്ല മാമ, ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. അച്ഛനും അമ്മയും രാവിലെ മുതൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല, ഒന്നുമില്ലെന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് മാമ. അല്ലാതെ എനിക്കൊന്നും അറിയില്ല മാമ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല മാമ. മാമൻ എന്നെ ഒന്ന് വിശ്വസിക്കേ? ശരി ദേവി, ഞാൻ നിന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. നിനക്ക് ഇപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യാനുള്ള സമയമാണ് ദേവി. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പം തന്നെ വരണം. എന്നിട്ട് നീ പറയണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പറയാം മാമ, തീർച്ചയായിട്ടും ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി ധർമ്മൻ്റെ കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാട്ടോ. അവിടെ പോലീസ് സ്റ്റേഷൻ ദേവിനെ കാണുമ്പോൾ തന്നെ ദേവാനും ശ്രീകരൻ ഞെട്ടിപ്പോണം. അയ്യോ, എൻ്റെ മോള് വന്നു, പനിച്ച് വരച്ച് കിടക്കുന്ന എൻ്റെ മോള് വന്നു. മോള് നീ എന്തിനിപ്പോൾ വന്നത്? നിന്നോട് സംസാരിക്കാൻ പാടുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? മോള് പൊയ്ക്കോ മോളെ എന്നൊക്കെ പറയാണ്. പക്ഷേ നമ്മുടെ ദേവി സത്യങ്ങളെല്ലാം സി ഐനോട് തുറന്നു പറയാൻ വേണ്ടി പോകുവാട്ടോ. തൻ്റെ അച്ഛനും അമ്മയും താനും ഒക്കെ കള്ളന്മാരും കള്ളികളും ആണെന്നും അവിടുന്ന് പണം മോഷ്ടിച്ച കാര്യവും കള്ളം പറഞ്ഞ് വിവാഹം നടത്തിയ കാര്യവും ഒരു പീഡനവും ആരും ചെയ്തിട്ടില്ലെന്നും എല്ലാം തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ വീട്ടിൽ തനിക്ക് പടി ഇറങ്ങേണ്ടി വന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ദേവിയായിട്ട് തന്നെ തുറന്നു പറയാൻ വേണ്ടി പോവുകട്ടോ. ഉദയവാനും ശ്രീകലയും കുടുങ്ങാൻ വേണ്ടി പോവുകയാണ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.